Hi all, good evening and welcome back to BAPACH third year revision classes. ഇന്ന് നമ്മൾ BPCC 111 അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരു സൈക്കോളജി വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് BPCC 111 and 113. ബിക്കോസ് ഡിസോർഡേഴ്സ് ഏതൊക്കെയാന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യന്റിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരാള് പറയുന്ന സമയത്ത് തന്നെ സിംറ്റംസ് പറയുന്ന സമയത്ത് തന്നെ ആ ആൾക്ക് ഇന്ന പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ദീസ് ടു സബ്ജക്ട് ഇൻ സൈക്കോളജി. തട്ടിക്കുട്ടി ഒന്ന് പഠിക്കേണ്ടതല്ല ശരിക്കും, പക്ഷെ നമുക്കിപ്പോ എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സസ് എടുക്കാനാണ്, ഐ മീൻ റിവിഷൻ ക്ലാസ്സസ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ തേർഡ് ഇയറിൽ എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ടു യു. ഓക്കെ, അപ്പോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററില് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. അതിൽ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. പ്രൊവൈഡ് എ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഫ്രം ആൻഷ്യൻ പീരിയഡ് ടു 20th സെഞ്ചുറി. 10 മാർക്കിനാണ് സൈക്കോളജിയുടെ ഫ്രീ ക്ലാസ്, ഫസ്റ്റ് യൂണിറ്റിന്റെ ഫ്രീ ക്ലാസ് വിശദമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി. നോർമാലിറ്റിയുടെ കോൺസെപ്റ്റ് ഇത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അത് എപ്പോഴും വേണം ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഞാൻ പറഞ്ഞുതരാം നോർമാലിറ്റിയുടെ കോൺസെപ്റ്റ്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ യൂണിറ്റ് 1 വന്നിരിക്കുന്നത്. ഹിസ്റ്ററിയും നോർമാലിറ്റിയുടെ കോൺസെപ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി ചാപ്റ്റർ 2 തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഇൻ സൈക്കോപാത്തോളജി ആണ്. അതായത് ഒരാൾക്ക് രോഗം എങ്ങനെ വരുന്നു എന്നതിന്റെ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ഓരോരുത്തരും ഓരോ പോലെയാട്ടോ പറയുന്നത്. ഇപ്പൊ ബയോളജിക്കലുകാർ പറയുന്നത്, അതായത് ബയോളജിക്കൽ പെർസ്പെക്റ്റീവുകാർ പറയുന്നത് ബയോളജിക്കൽ കാരണം കൊണ്ടാണ് ഒരു മനുഷ്യന് മാനസിക രോഗം വരുന്നത് എന്നാണ്. അതായത് ഹോർമോണിന്റെ വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ എൻസൈംസ് കാരണമോ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ സെറോട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ വ്യതിയാനം ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് രോഗം വരുന്നത് എന്നാണ് ആര് പറയുന്നത്? ബയോളജിക്കൽ ബേസിസിൽ പറയുന്നത്. രണ്ടാമത്തെ സൈക്കോ അനാലിസിസ് ആര് പറയുന്നത്? നമുക്ക് 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഉണ്ടല്ലോ അല്ലെ? ആ 5 സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ ഏതെങ്കിലും ഒരെണ്ണത്തില് ഫിക്സേഷൻ സംഭവിച്ചാൽ അത് അൺകോൺഷ്യസിൽ കിടക്കുകയും അത് ഭാവിയിൽ നമുക്ക് സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ട് വരും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സൈക്കോ അനാലിസിസ്കാര്. ബിഹേവിയറിസക്കാര് പറയുന്നത് കണ്ടുപഠിക്കുന്നതാണ്, കണ്ടീഷൻഡ് ആവുന്നതാണ് എന്നാണ്. ഹ്യൂമനിസക്കാരോ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള അന്തരം മൂലമാണ് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ തിയറിസ്റ്റുകളും പറയുന്നത് ഓരോ തിയറിക്ക് അനുസരിച്ചാണ്. ഈ ഒരു പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഉള്ളത്. ഇവിടെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ജീനോടൈപ്പ്, ഫീനോടൈപ്പ് ആൻഡ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ഇൻ ദ കോഴ്സേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡർ. സൈക്കോളജിക്കൽ ഡിസോർഡറിന് കാരണമായിട്ടുള്ള ജീനോടൈപ്പും ഫീനോടൈപ്പും ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചു തരാം. അതുപോലെ തന്നെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. ഈഗോ സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്ട് റിലേഷൻഷിപ്പ് തിയറിയും റിലേഷൻസ് തിയറിയും ചോദിച്ചിട്ടുണ്ട്. 5 മാർക്ക് വെച്ചിട്ടാണ് രണ്ടും ചോദിച്ചിട്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? തേർഡ് ചാപ്റ്ററിൽ ഞാൻ നോക്കിയ സമയത്ത് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല തേർഡ് ചാപ്റ്റർ. ഇനി 4th ചാപ്റ്ററിൽ അസസ്മെന്റ് ഓഫ് സൈക്കോപാത്തോളജി ആണ്. എങ്ങനെയാണ് ഒരാൾക്ക് രോഗം ഉണ്ടെന്ന് അസസ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ആണ്. ക്ലിനിക്കൽ ഇന്റർവ്യൂ എടുക്കൽ എങ്ങനെയാണ്? ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് എങ്ങനെയാണ്? അതായത് ന്യൂറോസിസ്റ്റോ സൈക്കോളജിക്കൽ അസസ്മെന്റ് എങ്ങനെയാണ്? ക്ലിനിക്കൽ ഇന്റർവ്യൂ എടുക്കൽ എങ്ങനെയാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പേര് തന്നെ കോമൺ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ 3 phases of cognitive behavior therapy as an intervention for childhood depression. നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ, ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ എങ്ങനെയാണ് CBT കൊടുക്കുന്നത്, അതിന്റെ 3 ഫേസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ട് ഉള്ളത്. അപ്പൊ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത ശേഷം 10 മാർക്കിനാണ്. സോ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുത്ത ശേഷമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ആറാമത്തെ ചാപ്റ്റർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആൻഡ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. ADHD എന്നാൽ അറ്റൻഷൻ ഉണ്ടാവില്ല പ്ലസ് ഹൈപ്പർ ആക്ടിവിറ്റിയും ആയിരിക്കും. ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഡിസോർഡർ ആണ് കേട്ടോ. എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, CU വരെ ചോദിക്കാറുണ്ട്. ഡിസ്കസ് ദ കോഴ്സസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ADHD. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ADHD വരുന്നത്, ട്രീറ്റ്മെന്റ് എന്ന്. അപ്പം 5 മാർക്കിന് കണക്കാക്കിയിട്ടാണ് ADHD എന്താണെന്ന് ആദ്യം വിശദമായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. കാരണങ്ങൾ 5 മാർക്കിന് എഴുതാം, ട്രീറ്റ്മെന്റ് 5 മാർക്കിന്. ഇനി യൂണിറ്റ് 7 ID അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. പണ്ട് MR മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയാം, ഇപ്പൊ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്. പിന്നെ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IQ ആവറേജിൽ താഴത്ത്, ബിലോ 70, ആവറേജിൽ താഴത്തേക്കാണ് ഒരാളുടെ ഇന്റലക്ച്വൽ കോഷ്യന്റ് എങ്കിൽ അവരെ നമ്മൾ എന്താണ് ID എന്നാണ്. 4 എണ്ണം ഉണ്ട്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. ഇങ്ങനെ 4 ID ആണ് വരുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ. ഈ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ലേണിംഗിൽ ഉള്ള ഡിസോർഡർ, അതായത് നോർമൽ IQ ഒക്കെ ആയിരിക്കും, ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ പഠനത്തിന്റെ 1ഓ 2ഓ മേഖലയിൽ അവർക്ക് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിനെയാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. 3 ടൈപ്പാണ് ഉള്ളത്. ഡിസ്ലെക്സിയ വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അതായത് എഴുതിയത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിസ്ഗ്രാഫിയ. ഗ്രാഫിയ എന്ന് പറഞ്ഞതിന് ഓർത്തോഗ്രാഫ്, വരയ്ക്കുക അല്ലെങ്കിൽ എഴുതാനുള്ള ബുദ്ധിമുട്ടിനാണ് എന്തെന്ന് പറയാ, ഡിസ്ഗ്രാഫിയ എന്ന് പറയാം. മൂന്നാമത്തത് ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ മാത്സിലുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെ 3 ലേണിംഗ് ഡിസബിലിറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ആണ്. പ്രത്യേകത എന്താണ്, അവർക്ക് IQ-ലോ ബുദ്ധിവികാസത്തിനോ നോർമൽ ഫംഗ്ഷനിങ്ങിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർക്ക് പഠനത്തിന്റെ ഏതെങ്കിലും 1ഓ അതിലധികമോ മേഖലയിൽ ബുദ്ധിമുട്ട്, ഒന്നെങ്കിൽ വായിക്കാൻ ഡിസ്ലെക്സിയ, അല്ലെങ്കിൽ എഴുതാൻ ഡിസ്ഗ്രാഫിയ, അല്ലെങ്കിൽ മാത്സ് കാൽക്കുലേഷൻ ഡിസ്കാൽക്കുലിയ. ഓക്കെ ആണോ? 10 മാർക്കിന് അതിനെക്കൊണ്ട് കോഴ്സും ട്രീറ്റ്മെന്റ് ഒക്കെ മെൻഷൻ ചെയ്ത് ഓക്കെ ആണോ? അപ്പം അടുത്ത ചോദിച്ചത് ആൻസൈറ്റി ഡിസോർഡറിൽ കോഴ്സസ് ഓഫ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്നാൽ സമൂഹത്തിൽ പോകാനുള്ള പേടികളാണ്. സോഷ്യലി ആൻസൈറ്റീസ്, പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളുള്ള ഡിസോർഡർ ആണ്. ഇതിന്റെ കാരണമാണ് ചോദിക്കണം, ഉള്ളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഡിസോർഡറുകൾ എന്താണെന്നില്ല, കാരണം അതിന്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ഡിസോർഡറും തറവായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഒബ്സഷനും കമ്പൾഷനും വസ്വാസ് എന്നൊക്കെ പറയും. OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ റെക്കറന്റ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. അതായത് ഒരു തോട്ട് തന്നെ എന്താണ് കിടന്ന് കറങ്ങാണ്. ഞാൻ കൈ കഴുകിയത് ശരിയായില്ല, ഞാൻ വാതിലടച്ചോ. ഇതിങ്ങനെ റെക്കറന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ തോട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. അതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്സഷനെ മറികടക്കാൻ, അതായത് ഈ ചിന്തയെ മറികടക്കാൻ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ എടുക്കുക. അതായത് ഞാൻ കൈ കഴുകിയത് ശരിയായില്ല എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തയെ മറികടക്കാൻ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചിന്തയെ മറികടക്കാൻ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ, കൈ കഴുകിക്കൊണ്ടിരിക്കുക. ഇതാണ് കമ്പൾഷൻ, അതാണ് ഒബ്സഷൻ. പിന്നെ എന്താണ്, തോട്ട്സ് കിടന്ന് കറങ്ങുന്നതിനെയാണ് ഒബ്സഷൻ. അത് മറികടക്കാൻ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ചെയ്യുന്നതിനെയാണ് കമ്പൾഷൻ എന്ന് പറയുന്നത്. OCD എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എഴുതിക്കോളൂ, ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും. പണ്ട്, അതായത് പിന്നെ ICD 11 അല്ലെങ്കിൽ 10 വരെ, അല്ലെങ്കിൽ DSM 5 വരെ OCD ആൻസൈറ്റി ഡിസോർഡറിന് അണ്ടർലൈൻ. പക്ഷെ 11 ആയപ്പം, ICD 11 ആയപ്പം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഡിസോർഡർ ആയിട്ട്
കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോഗ്നിറ്റീവ് മോഡൽ ഇൻ കോൺസേഷൻ ഓഫ് OCD. OCD കാരണമായിട്ടുള്ള കോഗ്നിറ്റീവ് മോഡലാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഡിസോസിയേറ്റീവ്, അസോസിയേഷൻ ഇല്ലാത്ത ഡിസോസിയേറ്റീവ് ഡിസോർഡറും സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ, അതായത് ബോഡിലി സിംറ്റംസ് ഉണ്ടാവാം. ഇപ്പം എന്താ പറയാ, കൈ കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ മാറാത്ത നടുവേദന, മാറാത്ത കൈവേദന, ഇതിനൊന്നും ബയോളജിക്കൽ ബേസിസ് ഇല്ല. അതായത് ശരീരത്തിൽ ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ സിംറ്റംസ് ശരീരത്തിനാണ്. അത്തരത്തിലുള്ള രോഗങ്ങളെയാണ്, അതായത് മാനസിക പ്രശ്നം മൂലം ശരീരത്തിന് സിംറ്റംസ് വരും, അതിനെയാണ് സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഡിസോസിയേറ്റീവ് ഡിസോർഡറും സൊമാറ്റിക് സിംറ്റം ഡിസോർഡറും. സൊമാറ്റിക്, അയ്യോ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, മോനെ ട്യൂഷന് വിടാൻ മറന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ മറന്നുപോയത്. ഓക്കെ, അപ്പൊ ഡിസോസിയേറ്റീവ് ഡിസോർഡറിന് പണ്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് നമ്മൾ വേറെ ഒരാളാണെന്ന് തോന്നുക, അതൊക്കെയാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് 3 മേജർ ഡിസോർഡേഴ്സ്. അതായത് ഡിസോസിയേറ്റീവിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഒരു ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ, അതായത് ഡിസോസിയേറ്റീവിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന്റെ ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ് ജൂൺ 2023 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. അതായത് ഡിസോസിയേറ്റീവ് അംനീഷ്യ, ഡിസോസിയേറ്റീവ് ഫ്യൂഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, അതാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരാളിൽ തന്നെ ഒത്തിരി ഐഡന്റിറ്റി ഉണ്ടാവാം. ഏതെങ്കിലും മൂന്നെണ്ണം വിശദമായിട്ട് എഴുതാനാണ്. അപ്പൊ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പണ്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അറിയാലോ, നമ്മുടെ അമ്പിയിൽ തന്നെ അന്യനും റെമോയും പിന്നെ നാഗവല്ലിക്ക്, അതായത് ഒരാളിൽ വേറൊരാളുടെ പേഴ്സണാലിറ്റി കൂടി ഒന്നോ അതിലധികമോ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നതിനെയാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. രസകരമായിട്ടോ DID, കാരണം എന്താ അറിയാം, അപ്പം ആളുടെ പേഴ്സണാലിറ്റിക്ക് ചിലപ്പോൾ കണ്ണാണില്ലെങ്കിൽ ആ പേഴ്സണാലിറ്റിക്ക് കണ്ണട വേണ്ടി വരും, എന്നാലേ കണ്ണ് കാണുള്ളൂ. നോർമലി എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഓക്കെ ആണ്, എനിക്ക് കണ്ണിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്റെ മേലെ കൂടി, അല്ലെങ്കിൽ പറയില്ല ബാധ കൂടി, അല്ലെങ്കിൽ എന്റെ മേലെയുള്ള വേറെ പേഴ്സണാലിറ്റിക്ക് കണ്ണ് കാണൂല, അപ്പൊ എനിക്ക് കണ്ണട വേണം. കണ്ണട വെച്ചാൽ മാത്രമേ ആയിന് കണ്ണ് കാണാൻ പറ്റത്തുള്ളൂ. അതാണ് DID. പിന്നെ ഡിസോസിയേറ്റീവ് അംനീഷ്യ ഉണ്ട്. താൻ ആരാണെന്ന് പോലും മറന്നുപോവാ, ചുറ്റും മറന്നുപോവാ, എവിടെയാണ് ചുറ്റുമുള്ള ആളുകളൊക്കെ മറന്നുപോവാ, ഈ ഒരു അവസ്ഥയ്ക്കാണ്. അത് ബ്രീഫ് ടൈം ആവാം, ചിലപ്പോൾ വർഷങ്ങളും എടുക്കാൻ മാറാം. ഇതാണ് ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്ന് പറയുന്നത്. ഈ ഡിസോസിയേറ്റീവ് അംനീഷ്യയുടെ കൂടെ ഒരു യാത്ര കൂടിയുണ്ട്. അതായത് ആള് ഒരു പേരും ഒക്കെ മറന്ന് യാത്ര പോകുന്നത്, വേറെ ഏതോ നാട്ടിൽ പോയിട്ട് വേറെ ഏതോ പേരിൽ വേറെ ഏതോ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇതാണ് ഡിസോസിയേറ്റീവ് ഫ്യൂഗ്. കണ്ടോ, ഡിസോസിയേറ്റീവ് അംനീഷ്യ, ഫ്യൂഗ്. അംനീഷ്യ ഒരു പേരൊക്കെ മറന്നു പോവാ, ആ അവസ്ഥയാണ് ഡിസോസിയേറ്റീവ് അംനീഷ്യ. താൻ ആരാന്ന് പോലും മറന്നു പോവാ. എന്നിട്ട് അതിന്റെ കൂടെ ഒരു യാത്ര കൂടി ഉണ്ട്, വേറെ സ്ഥലത്ത് പോയി സെറ്റിൽ ആവാണെങ്കിൽ അത് ഡിസോസിയേറ്റീവ് ഫ്യൂഗ്. ഈ മൂന്നെണ്ണം, DIDയും ഡിസോസിയേറ്റീവ് അംനീഷ്യയും ഡിസോസിയേറ്റീവ് ഫ്യൂഗും എഴുതിക്കുന്നതായിരിക്കും നന്നായി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 11th ചാപ്റ്റർ ഫീഡിംഗ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അവിടെ ഡിസ്കസ് ദ സൈക്കോളജിക്കൽ ഫാക്ടർ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടർ ഇൻ ദ കോഴ്സേഷൻ ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ. ഈറ്റിംഗ് ഡിസോർഡറിന് കാരണമാകുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ള 10 മാർക്കിന്. സോ ഈറ്റിംഗ് ഡിസോർഡർ എന്താണെന്ന് ആദ്യം എഴുതിയിട്ട് കോഴ്സസ് എഴുതാട്ടോ. 10 മാർക്കിനാണ്. ഡിസംബർ 2022 വന്നിരിക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ സ്ട്രെസ്, ട്രോമ ആൻഡ് സൈക്കോപാത്തോളജി ആണ്. സ്ട്രെസ് എന്താണ്, അതുപോലെ ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് സ്ട്രെസ്. ഈ ചാപ്റ്റർ വേണമെങ്കിൽ ഞാൻ അവൈലബിൾ ആക്കി തരാം. സ്ട്രെസ് ഞാൻ ഒത്തിരി ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. എന്താണ് സ്ട്രെസ്, ടൈപ്സ് ഓഫ് സ്ട്രെസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി ഒരു വന്ന ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ചാപ്റ്ററിലാണ്. കോൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി എന്താണെന്ന്. കോൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി, എന്താണ് നോർമാലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആണ്, എന്നാലും പറഞ്ഞത്. കോൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി.
Explain the concept of normality. Sheldon K. Crochin, 1986, has based his view of normality on the survey conducted by Offer and Sapshin, 1966, on the varied meaning of normality in the different field of studies such as psychology, anthropology, sociology, and psychiatry. അതായത് ഷെൽഡനും ക്രോച്ചിനും സെബാസ്റ്റ്യനും ഒക്കെയാണ് ഈ നോർമാലിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെ ഫീൽഡിലാണ് ഉപയോഗിക്കുന്നത്? സൈക്കോളജിയിൽ ഈ നോർമാലിറ്റിനെ പറ്റി പറയുന്നുണ്ട്, ആന്ത്രപ്പോളജി കൾച്ചറിനെ പറ്റി പഠിക്കുന്ന ആന്ത്രപ്പോളജിയില്, സൊസൈറ്റിനെ പറ്റി പഠിക്കുന്ന സോഷ്യോളജിയില്, മെന്റൽ ഡിസോർഡേഴ്സിന് പഠിക്കുന്ന മെഡിസിൻ വിഭാഗമായിട്ടുള്ള സൈക്യാട്രിയില്, ഇതിലെല്ലാത്തിലും എന്ത് പറഞ്ഞിട്ടുണ്ട്? കോൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് നോർമാലിറ്റി ആസ് ഹെൽത്ത് ആണ്. ഇറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് സിക്നെസ് ഇസ് നോർമൽ. ഹെൽത്തില്, ആരോഗ്യത്തിൽ നോർമാലിറ്റി എന്ന് പറയുന്നത് രോഗം ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥയ്ക്കാണ്. Thus, a person who does not have any pathology or രോഗം ഇല്ലെങ്കിൽ, that is who is symptom free and is not hospitalized or underwent treatment is normal. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒന്നും എല്ലാ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, ഗുളിക ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഹെൽത്തിൽ നമ്മൾ പറയും ആള് നോർമൽ ആണെന്ന്. It implies that most of people are normal while only some are abnormal. അപ്പം ഹെൽത്തിൽ അബ്നോർമാലിറ്റി രോഗികളായിട്ടുള്ള, അതായത് മരുന്ന് സ്ഥിരം കഴിച്ച് അഡ്മിറ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഉള്ളവരെയാണ് നമ്മൾ ഹെൽത്തിൽ അബ്നോർമൽ എന്ന് പറയാം. അതായത് രോഗം ഇല്ലാത്തവരെ നമ്മൾ നോർമൽ എന്ന് പറയും. രോഗമില്ലാത്ത അവസ്ഥ ഏതൊക്കെയാ? ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റും എടുക്കാതിരിക്കുക, സിംറ്റംസ് ഒന്നും ഇല്ലാതെ ഇരിക്കുക. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനി നോർമാലിറ്റി ആസ് ഐഡിയൽ, ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ ഓരോ പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ഇറ്റ് ഗോസ് എ സ്റ്റെപ്പ് ഫർദർ ഫ്രം വ്യൂയിങ് നോർമാലിറ്റി ആസ് ഹെൽത്ത്, ദാറ്റ് ഇസ് as being symptom free. It says that normality does not mean only being free from disease, but it means achieving the ideal state, such as Rogers' fully functioning person, or Maslow's self-actualized person, or Alport's mature personality. കണ്ടോ, ഇവിടെ നമുക്ക് രോഗം മാത്രം ഇല്ലാന്ന് വെച്ചാൽ ഹെൽത്ത് ബേസിൽ എന്ത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, വെറും രോഗമില്ല എന്നുള്ള രീതിയിൽ ആള് നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ഡിസീസ് ഇല്ല എന്ന് വെച്ച് പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ റോജറിന്റെ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ അറിയാലോ. റോജറിന്റെ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജീവിക്കുകയാണ്, റിയൽ സെൽഫിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഫുള്ളി ഫങ്ഷൻ. അല്ലെങ്കിൽ പിന്നെ എന്താണ്, മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ, അതായത് പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കുക. രണ്ടും ഒന്ന് തന്നെ കേട്ടോ. റോജറിന്റെ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണും മാസ്ലോന്റെ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സണും ഒന്നാണ്. അതായത് എന്താണ്, തനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാം. അല്ലെങ്കിൽ ആൽപോർട്ടിന്റെ മെച്ചുവർ പേഴ്സണാലിറ്റി, ഇതിനൊക്കെയാണ് ശരിക്കും നോർമാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവായി, ഒരു ഉട്ടോപ്യൻ ആണെന്നാണ്. However, you must have noticed the term utopia in parenthesis. Utopia means an imagined place or state of thing which is everything perfect or right. ഇവിടെ ഐഡിയൽ അല്ലെങ്കിൽ പെർഫെക്റ്റ്, എവറിത്തിങ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് ഒരു ഉട്ടോപ്യൻ ഇല്ലാത്ത സാധനം, ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. So there is no clear-cut and single answer to this question, as what is perfect for one person may not be for other. People's value define perfect or ideal state. എനിക്ക് ശരിയാണോ നിങ്ങൾക്ക് ശരിയായിക്കൊള്ളുന്ന ഒരു നിർബന്ധവും ഇല്ല. സോ എവറിത്തിങ് പെർഫെക്റ്റ് എന്നാണ്, ഐഡിയൽ എന്നാണ്, ഒരു ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ശരിക്കും ഐഡിയൽ അല്ലെങ്കിൽ നോർമൽ, ഒരു ഐഡിയൽ നോർമാലിറ്റി എന്ന് പറഞ്ഞ ഉട്ടോപ്യൻ ആണ്. അതായത് റോജറിന്റെ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണോ, മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ പേഴ്സണോ, പിന്നെ ആൽബോർട്ടിന്റെ മെച്ചുവർ പേഴ്സണാലിറ്റി ഒന്നും ഇല്ല. അതൊക്കെ ഒരു ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓരോന്നിലും നോർമൽ എന്താണ് കേട്ടോ, ഓരോരോ പോയിന്റ്സ് എഴുതി വെച്ച് അങ്ങനെ പോയാൽ മതി. ഇനി നോർമാലിറ്റി ആസ് ആവറേജ്. Nature tends to distribute a given attribute or phenomena in the world in such a way that most of the cases representing that attribute have similar values, while only a few cases have extreme values. എല്ലാരും ഒരുപോലെ ചെയ്യാം കേട്ടോ. നമ്മളെപ്പോഴും നോർമൽ ആയിട്ട് കാണുന്നത്, ഇപ്പൊ ഞാൻ ആവറേജ് നോർമാലിറ്റി പറയുന്നത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പൊ ഒരു അമേരിക്കൻ ബീച്ചില് ബിക്കിനിയിട നോർമൽ ആണ്, അതിൽ മെജോറിറ്റി ആളുകളും ചെയ്യുന്ന കാര്യമാണ്. സോ അതെന്തായിരിക്കില്ല, ഒരു അൺയൂഷ്വൽ, അവിടെ അത് അൺയൂഷ്വൽ ആയിരിക്കില്ല, നോർമൽ ആണ്.
നേരെ മറിച്ച് അവിടെ ഒരു പർദ്ദയിട്ട് പോയി നിൽക്കുകയാണെങ്കിൽ അത് അബ്നോർമൽ ആയിട്ട് അവർ കണക്കൂട്ടും. അതായത് അവിടുത്തെ ആളുകൾ ഫുള്ളായിട്ടും അങ്ങനെയാണ്, അതിൽ കുറച്ച് വ്യത്യസ്തം, അത് എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്നതാണ് അവർ അബ്നോർമൽ. നേരെ മറിച്ച് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഒരു പെൺകുട്ടി ബിക്കിനി ഇട്ട് കിടക്കുകയാണെങ്കിൽ അത് നമ്മൾ അബ്നോർമൽ ആയിട്ട് കണക്കാക്കും. ബിക്കോസ് അതവിടെ അബ്നോർമൽ ആണ്, നമ്മളിവിടെ നോർമൽ അല്ല. അതായത് മെജോറിറ്റി ആളുകൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമൽ ആയിട്ട് കാണുക. അതായത് ഒരു കൂട്ടം സമൂഹത്തിൽ 80% മെജോറിറ്റി ആളുകൾ ചെയ്യുന്നത് നോർമലും ബാക്കിയുള്ളതാണ് അബ്നോർമൽ ആയിട്ട് കാണുക. If a mean of average is calculated of these values, then the most of the cases tend to cluster around the mean. കണ്ടോ, മീൻ എടുക്കുകയാണെങ്കിൽ ആ മീന് ചുറ്റുമായിരിക്കും എല്ലാവരും ഉണ്ടാവുക, ബാക്കിയുള്ളവർ എക്സ്ട്രീംസ് ആയിട്ടായിരിക്കും. നമ്മൾ സ്റ്റാറ്റിയിൽ പഠിച്ചിട്ടില്ലേ, മെജോറിറ്റി ആളുകൾക്കും ടെൻഡ് ചെയ്യുന്ന അതാണ് മീൻ, അതായത് ആവറേജ്. ബാക്കിയുള്ളവര് രണ്ട് എക്സ്ട്രീംസിലേക്ക്, അതായത് ഇങ്ങനെയാണ് പ്രോബബിലിറ്റി കർവ് എടുക്കുക. അതായത് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലും തീരെ കുറഞ്ഞവരും തീരെ കൂടിയവരും ഇങ്ങനെ, ഈ എല്ലാവരും ഉള്ളതിനെയാണ് നമ്മൾ നോർമൽ. അത് കൾച്ചർ ടു കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കും. ഈ ഇന്ത്യയിൽ നോർമൽ ആയിട്ടുള്ളത് ചിലപ്പം അമേരിക്കയിൽ അബ്നോർമൽ ആവാം, അമേരിക്കയിൽ നോർമൽ ആയിട്ടുള്ളത് ചിലപ്പോൾ ഇവിടെ അബ്നോർമൽ ആവാം. അതാണ് if the mean or average is calculated of these values, then the most of the cases tend to cluster around the mean, while those with extreme values tend to fall away from mean. അപ്പം ഈ എല്ലാ ആളുകളുടെ എടുത്തു നോക്കിയാൽ ആ മീനിന്റെ ചുറ്റുമുള്ളവര് മൊത്തത്തിൽ ഉള്ളവരായിരിക്കും നോർമൽ, അല്ലാത്തവരെന്തായിരിക്കും അബ്നോർമൽ. ഇതാണ് നോർമാലിറ്റി ആസ് ആവറേജ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനിയാണ് നോർമാലിറ്റി ആസ് സോഷ്യലി ആക്സെപ്റ്റബിൾ. അത് സമൂഹം അംഗീകരിക്കുന്നതൊക്കെ നോർമൽ, സമൂഹം അംഗീകരിക്കാത്തത് അബ്നോർമൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കോഴിക്കോട് ഒരു മലയാളി പെൺകുട്ടി കോഴിക്കോട് ബീച്ചിൽ ബിക്കിനി ഇട്ടിരിക്കുകയാണെങ്കിൽ സമൂഹം അംഗീകരിക്കില്ല അത്. സോ ദേ ടെൻഡ് ടു സീ ദാറ്റ് ആസ് അബ്നോർമൽ. Social norms determine normality. That is, behavior which conform to the social norm is normal. Social സമൂഹത്തിന്റെ നിയമത്തിനനുസരിച്ചുള്ളത് നോർമൽ ആണ്. This implies that we should neither seek nor accept the universal definition of normality. Rather, normality is a socially specific concept. കണ്ടോ, നോർമാലിറ്റി ഒരു സോഷ്യലി സ്പെസിഫിക് കോൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് സമൂഹം, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ നോംസ് നോർമൽ, അല്ലാത്തത് അബ്നോർമൽ. According to Ralph Linton, the tests of absolute normalcy are the individual's ability to apprehend reality as understood by his society, to act in terms of this reality, and tend to be effectively shaped by this society during the developmental period. കണ്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ റാൽഫ് ലിൻടൺ പറഞ്ഞിരിക്കുന്നത്. ഒരു അബ്സല്യൂട്ട് നോർമലിറ്റി എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വല് റിയാലിറ്റി തിരിച്ചറിയുകയും തന്റെ ചുറ്റുമുള്ള സൊസൈറ്റിനെ മനസ്സിലാക്കുകയും ആ സൊസൈറ്റിക്ക് അനുസരിച്ച് പെരുമാറുകയും ആ സൊസൈറ്റി ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന പോലെ ഡെവലപ്മെന്റൽ പീരീഡിൽ ഷെയ്പ്പ് ചെയ്തെടുക്കുകയും ചെയ്യുന്നതാണ് എന്ത് നോർമൽ. അതായത് നോർമാലിറ്റി നോർമാലിറ്റി ആസ് സോഷ്യലി ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ജനിച്ചത് മുതൽ ഡെവലപ്മെന്റൽ പീരീഡിൽ മുതൽ സമൂഹം അയാൾ ഷെയ്പ്പ് ചെയ്ത പോലെ അയാൾ വളരുകയാണ് അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന മൂത്തവരെ ബഹുമാനിക്കണം, അങ്ങനെ ഒരു സാധനമേ ഇല്ല. നമ്മളെ ബഹുമാനിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കുക. മൂത്തവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മൾ അടിമത്വമാണ്. അവരെന്ത് തോന്നിയാസം വിളിച്ചു അതായാലും തൊണ്ട തൊടാതെ കേൾക്കുക, അടിമത്വമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നോർമലാണ്. അതാണ് ഡെവലപ്മെന്റൽ പീരീഡ് മുതൽ നമ്മൾ സൊസൈറ്റി ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ്. എങ്ങനെ? റിയാലിറ്റി അപ്രിഹെൻഡ് ചെയ്യാനും സൊസൈറ്റിനെ മനസ്സിലാക്കാനും സൊസൈറ്റിക്ക് അനുസരിച്ച് ജീവിക്കാനും. അമ്മയ്ക്ക് മക്കളെ ഇഷ്ടപ്പെട്ട പയ്യനെ കെട്ടുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല, ആളുകൾ എന്ത് വിചാരിക്കും. ബിക്കോസ് സ്നേഹിച്ച് പരസ്പരം ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കുന്നത് വളരെ തെറ്റാണ് എന്നുള്ള രീതിയാണ് നമ്മുടെ നോർമാലിറ്റി. നേരെ മറിച്ച് അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുക, എങ്ങനെയാണ് ഇത് പോസിബിൾ? ബിക്കോസ് അത് അബ്നോർമാലിറ്റി ആണ്. അമേരിക്ക വെസ്റ്റേൺസിൽ അവർ പരിചയമില്ലാത്തവരെ കല്യാണം കഴിക്കുന്നത് നമുക്ക് അത്ഭുതമാണ്. ഇത് അവരവിടെ അബ്നോർമാലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം നോർമാലിറ്റി സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് വൺ ആണ് നോർമാലിറ്റി ആസ് എ പ്രോസസ്. നോർമാലിറ്റി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഡിഫൈൻഡ് temporarily, that is over the time as the individual passes through different developmental phases, his or her behavior is evaluated according into the given phase. കണ്ടോ, ഓവർ ടൈം
ഒരു ഇൻഡിവിജ്വൽ പല പല ഡെവലപ്മെന്റൽ സ്റ്റേജസിലേക്ക് പാസ് ചെയ്തു പോകും. അദ്ദേഹം അദ്ദേഹത്തിന് ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യും. ഇതിപ്പോ ഞാനിപ്പോ ഒരു എന്താ പറയാ 30s ഉള്ളത് 30s ആൾക്കാർ ചെയ്യുന്നതാണോ, 30s ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന അവരത് നോർമൽ, അത് ആ ഒരു ഏജ് വെച്ചിട്ട് നോക്കാം. ഞാനൊക്കെ 30s അബ്നോർമലാണ്, കാരണം 30s ആളുകൾ ചെയ്യുന്ന ഒരു സാധനം ഞാൻ ചെയ്തില്ല. That babbling is considered to be normal for an infant. Babbling എന്നുള്ളത് നോർമൽ ആണ് ഇൻഫന്റിന്, പക്ഷെ അത് 5 വയസ്സുള്ള കുട്ടി ചെയ്യുകയാണെങ്കിൽ അബ്നോർമൽ ആണ്. ഈ തമ്പ് കുടിക്കുക കുട്ടികൾക്ക് നോർമൽ ആണ്, പക്ഷെ അതൊരു 20 വയസ്സുള്ള ആൾ ചെയ്യുമ്പോൾ അബ്നോർമാലിറ്റി ആണ്. അതാണ് നോർമാലിറ്റി ആസ് എ പ്രോസസ്. ഓരോ ഡെവലപ്മെന്റൽ പ്രോസസ്സിലും ഓരോന്നുണ്ടാവും. സോ അത് ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അബ്നോർമൽ ആയിട്ട് കണക്കാക്കാറുണ്ട്. വായിൽ വിരലിട്ട് കൈ കുടിക്കുന്ന, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് 2-3 വയസ്സ് വരെ നോർമൽ ആണ്. 6 വയസ്സുള്ള കുട്ടിയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആയിട്ട് കണക്കാക്കും. ഓരോ ഡെവലപ്മെന്റൽ പീരീഡിലും കാണിക്കേണ്ടത് അതേ സമയത്ത് തന്നെ കാണിക്കണം, അല്ലെങ്കിൽ അത് അബ്നോർമാലിറ്റി ആയിട്ട് കാണിക്കും. അപ്പൊ നോക്കിക്കേ, നോർമാലിറ്റിയിൽ പറയുന്നതാണ് നോർമാലിറ്റി ഹെൽത്ത്. നോർമാലിറ്റിയിൽ എന്താണ്? രോഗമില്ലാതിരിക്കുക. ഇനി ഐഡിയൽ ആയിട്ട് പറയുന്നത് എങ്ങനെയാ? നമ്മുടെ റോജറിന്റെ സെൽഫ് ആക്ച്വലൈസേഷനോ, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണോ, മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷനോ, ആൽപോർട്ടിന്റെ മെച്ചർ പേഴ്സണാലിറ്റി ഒക്കെയാണ്. പക്ഷെ അതൊരു ഉട്ടോപ്പിനാണ്, അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്നാണ്. ഇനി നോർമാലിറ്റി ആസ് ആവറേജ് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ മെജോറിറ്റി ഓഫ് ആളുകൾ ചെയ്യുന്നത് നോർമൽ. ഓക്കെ, ചെയ്യാത്തവര് അബ്നോർമൽ ആയിട്ടാണ് കണക്കാക്കുക. അതുപോലെ സോഷ്യലി ആക്സെപ്റ്റബിൾ, അതായത് ഒരു സമൂഹം അംഗീകരിക്കുന്ന എന്തും നോർമലും സമൂഹം അംഗീകരിക്കാത്തത് അബ്നോർമലും ആയിട്ട് കണക്കാക്കാറുണ്ട്. ഇനി നോർമാലിറ്റി ആസ് എ പ്രോസസ്, ഓരോ ഡെവലപ്മെന്റൽ പ്രോസസ്സിലും കാണിക്കേണ്ടതുണ്ട്. അത് ആ പ്രോസസ് ആ പീരീഡ് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അത് അബ്നോർമാലിറ്റി, ആ പീരീഡിലാണെങ്കിൽ അത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. അപ്പൊ ബാക്കി നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റഡ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് ഫ്രീ ക്ലാസ് ആയിട്ട് സൈക്കോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാം. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ക്ലാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു ഫ്രീ ക്ലാസ്സുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.